ആദർശ് മരിച്ച വിവരമറിഞ്ഞ് നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയാണ് നയനയും. അതെ, ആദർശിനെ അവന്തികയുടെ അച്ഛൻ അങ്ങനെ കൊന്നുകളഞ്ഞു. അതെ, അതിനുശേഷം ആ വിവരം അനന്തമൂർത്തിയും അതുപോലെ തന്നെ അനന്തപുരി തറവാട്ടിലുള്ള എല്ലാവരും അറിയുകയാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും മുൻപിൽ വെച്ച് ആ വാർത്ത സഹിക്കാൻ കഴിയാതെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ്. നെഞ്ചുവേദന കൊണ്ട് കുഴഞ്ഞു വീഴുകയാണ്. അങ്ങനെ നയന, അതെ, നയനയും ആദർശം മരിച്ചു പോകുന്നു. എന്തായാലും അധികം വൈകാതെ തന്നെ മാറി താമസിക്കുന്ന അനന്തപുരി തറവാട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ആദർശിനെ അങ്ങനെ അവന്തികയുടെയും അതുപോലെ തന്നെ അഭിയുടെ അച്ഛൻ ആളുകളുമായി ചെന്ന് ഒരു തെളിവുമില്ലാതെ തീർക്കുന്നു. അതിനുശേഷം അടുത്ത ദിവസം ആദർശിൻ്റെ മരണവിവരമറിഞ്ഞ അനന്തപുരി തറവാട്ടിലുള്ളവർ തകർന്നു പോവുകയാണ്. പ്രത്യേകിച്ച് നയനയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വാർത്ത കേൾക്കുമ്പോൾ നയനയ്ക്ക് അതൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല. എന്തായാലും അതോടുകൂടി എല്ലാവർക്കും മുൻപിൽ വെച്ച് കുഴഞ്ഞു വീടുകൊണ്ട് നയന ഇവിടെ നിന്ന് യാത്രയാവുകയാണ് ചെയ്യുന്നത്. അതെ, ആദർശിൻ്റെ വിയോഗം സഹിക്കാൻ കഴിയാതെ നയനെ പെട്ടെന്ന്